എരിവും പുളിയും മധുരമൊക്കെ ഒരുപോലെയുള്ള നമ്മുടെ വടക്കൻ കേരളത്തിലെ സദ്യയിലെ ഫേമസ് ആയിട്ടുള്ള പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് പച്ചമുളകാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നല്ല എരിവുള്ള 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് വാളൻപുളിയാണ്. അത് ഞാനൊരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹഗേറോയുടെ മിനി ഇലക്ട്രിക് ചോപ്പറാണ്. ഇതാണ് ഇതിൻ്റെ മോട്ടർ ഹെഡായിട്ട് വരുന്നത്. 1 ടച്ച് പവർ ബട്ടൺ ആണ് വരുന്നത്. നമുക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു സേഫ്റ്റി ഗാർഡും കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതിന് വരുന്നത് SS ബ്ലേഡാണ്. അതുകൊണ്ട് തന്നെ നല്ല മൂർച്ചയുണ്ട്. 250 ml വരുന്ന ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു കപ്പും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്ത് നോക്കാം. ഈ ഒരു സേഫ്റ്റി ഗാർഡ് ഇതിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വർക്ക് ആവില്ല. ജസ്റ്റ് ഒരു പ്രസ്സിൽ തന്നെ ഇഞ്ചി നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതൊരു 4 hours വെക്കുമ്പോഴേക്കും നമുക്ക് ചാർജ് ആയി കിട്ടും. കണ്ടോ, ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പച്ചമുളക് ചോപ്പ് ചെയ്ത് നോക്കാം. ഈ മോട്ടർ ഹെഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പാർട്സും നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇപ്പോൾ പച്ചമുളക് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു ചട്ടിയിലോട്ട് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കുമ്പോഴേ നമുക്ക് ആ ഒരു നാടൻ രുചി വരുള്ളൂ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കളറ് മാറി ഒരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതേ കളറൊക്കെ മാറി നല്ല ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ നമ്മൾ പിഴിഞ്ഞ് അരിച്ച് വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലോട്ട് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം ശർക്കര പാനിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിങ്ങനെ ഇരുന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്ന് ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ല കറുപ്പ് കളറായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ കുറുകി ഇതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്ത് വരുമ്പോഴേക്കും ഇത് ഇത്രയും തിക്കായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്